ഹായ് കൂട്ടുകാരെ, എളുപ്പത്തിൽ നമുക്കൊരു എഗ് ബിരിയാണി ഉണ്ടാക്കിയാലോ? ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പേ വെക്കാം. അതിനകത്തേക്ക് നെയ്യും ഓയിലും പകുതി പകുതി എടുത്തിട്ടുണ്ട്. സബോള കുഞ്ഞാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഉപ്പിട്ട് വഴറ്റാം. അതിനകത്തേക്ക് നമ്മളൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുതിനച്ചപ്പ്, മല്ലിച്ചപ്പ്, പച്ചമുളക്, കുഞ്ഞുള്ളി, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, വലിയ ജീരകം, ഇത്രയാണ് കേട്ടോ ഇതിനകത്ത്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരാനുള്ള മസാല കേട്ടോ. പിന്നെ തക്കാളി ഇട്ട് വഴറ്റി അതിനകത്തേക്ക് പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. എഗ് മസാലയുടെ കുറച്ച് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്ര കേട്ടോ ചേർത്തിരിക്കുന്നത്. അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ടുള്ളൂ. നമ്മൾ ആ മസാല എടുത്തുകൊണ്ട് അത് മതി. പിന്നെ ആവശ്യത്തിന് കുറച്ച് തൈര് ചേർക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്തിനാ ഇതിപ്പോൾ ഇടുന്നതെന്ന് ചോദിച്ചാൽ അതിങ്ങനെ വിട്ട് വിട്ട് കിടക്കാൻ വേണ്ടിയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴറ്റി അതിനകത്തേക്ക് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 4 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് റൈസിന് 4 ഗ്ലാസ് വെള്ളം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിനകത്തേക്ക് പിന്നെ ഞാൻ എഗ്ഗ് ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് നമുക്ക് പിന്നെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാമായിരുന്നു. ഗരം മസാലയൊക്കെ എനിക്ക് ചപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല, എഗ്ഗ് വെച്ചു. ഇത്രയേ ഉള്ളൂ.